ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫയർ കേട്ടിട്ടുണ്ടോ ഈ പേര്? ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, റിട്ടയർ ഏർലി, സാമ്പത്തിക സ്വാതന്ത്ര്യം, നേരത്തെയുള്ള വിരമിക്കൽ. ഒരു മാന്ത്രിക വാക്ക് പോലെ, ഒരു സ്വപ്നം പോലെ. ഇന്ന് ഒരുപാട് പേർ ഇതിന്റെ പിറകെയാണ്. എല്ലാവർക്കും വേണം ഈ ഫയർ ലൈഫ്. രാവിലെ എഴുന്നേറ്റ് ഓഫീസിലേക്ക് പോകേണ്ട, ബോസിന്റെ ചീത്ത കേൾക്കേണ്ട, കടം വീട്ടാൻ വട്ടം കറങ്ങേണ്ട, അങ്ങനെ ഒരു ജീവിതം. പക്ഷേ ഈ ഫയർ എത്രത്തോളം യാഥാർത്ഥ്യമാണ്? അതോ വെറും ഒരു മറിമായമാണോ? നമുക്കൊന്ന് പരിശോധിച്ചാൽ. ഫയർ കേൾക്കുമ്പോൾ എന്തൊരു ആകർഷണമല്ലേ? സാമ്പത്തിക സ്വാതന്ത്ര്യം, നേരത്തെയുള്ള വിരമിക്കൽ, 30കളിലോ 40കളിലോ ഒക്കെ പണി നിർത്തി ഇഷ്ടമുള്ള ജീവിതം ജീവിക്കുക. അത് കേൾക്കുമ്പോൾ ആരാണ് മോഹിക്കാത്തത്? പക്ഷേ ഈ ഫയർ വെറും ഒരു മരീചികയാണെങ്കിലോ? ഒരു കെണി, നമ്മളെ കുടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ചങ്ങല. ആലോചിച്ചു നോക്കൂ, ആരാണ് ഈ ഫയർ പ്രസ്ഥാനത്തിന്റെ ഗുണഭോക്താക്കൾ? നമ്മളോ? അതോ ഈ സാമ്പത്തിക സ്ഥാപനങ്ങളോ, നിക്ഷേപ കമ്പനികളോ, ഫിൻടെക് മുതലാളിമാരോ? നമ്മൾ കിട്ടുന്ന പൈസ മുഴുവൻ ഓഹരികളിലും റിയൽ എസ്റ്റേറ്റിലും ഈ ഉൽപ്പന്നങ്ങളിലും കൊണ്ടുപോയി ഇടുമ്പോൾ ആരുടെ പോക്കറ്റാണ് നിറയുന്നത്? നമ്മൾ സ്വപ്നങ്ങൾ കണ്ടു നടക്കുമ്പോൾ അവർ നമ്മളെ കബളിപ്പിക്കുകയല്ലേ? ഈ ഫയർ എന്നത് ഒരു ഫാന്റസിയാണ്, ഒരു മായിക ലോകം. അവിടെയെല്ലാം എളുപ്പമാണ്, പെട്ടെന്ന് പണമുണ്ടാക്കാം, വേഗത്തിൽ വിരമിക്കാം. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. ജീവിതം കഠിനമാണ്, പോരാട്ടമാണ്. ഓരോ വിജയത്തിനും പിന്നിൽ അനേകം കഷ്ടപ്പാടുകളുണ്ട്. ഈ ഫയർ കാണിച്ചു തരുന്നത് വെറും ഒരു ചിത്രം മാത്രമാണ്. അതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം ആരും കാണുന്നില്ല. ഈ പെട്ടെന്നുള്ള സമ്പാദ്യം എന്നൊക്കെ പറയുന്നത് വെറും വാക്കാണ്. ഒരു മാന്ത്രികവടി വീശിയാൽ സമ്പത്ത് വരുന്നൊന്നുമല്ലാതെ. കഷ്ടപ്പെടണം, പരിശ്രമിക്കണം, ബുദ്ധിമുട്ടണം, രാവും പകലുമില്ലാതെ പണിയെടുക്കണം. എന്നിട്ടാണ് ഓരോ പൈസയും കൂട്ടിവെക്കുന്നത്. അല്ലാതെ ഒരു രാത്രി കൊണ്ട് കോടീശ്വരനാകാം എന്ന സ്വപ്നം കാണുന്നത് വിഡ്ഢിത്തമാണ്. സ്വപ്നം കാണുന്നതിൽ തെറ്റില്ല, പക്ഷേ അത് യാഥാർത്ഥ്യമാകാൻ കഠിനാധ്വാനം വേണം. ഈ അമിത സമ്പാദ്യം എന്ന് പറയുന്നത് ഒരു ആസക്തിയാണ്, ഒരു തരം ഭ്രാന്ത്. എപ്പോഴും പണം പണം എന്ന് ചിന്തിച്ച് ജീവിതം മറന്നു പോകുന്നു. ചെറിയ സന്തോഷങ്ങൾ പോലും വേണ്ടെന്ന് വെക്കുന്നു. കുടുംബം, സുഹൃത്തുക്കൾ, യാത്രകൾ എല്ലാം നഷ്ടപ്പെടുത്തുന്നു. എന്തിനു വേണ്ടി? പണത്തിനു വേണ്ടി. പണം മാത്രമല്ല, ജീവിതം ഒരുപാട് വിലപ്പെട്ട കാര്യങ്ങൾ ഇനിയുമുണ്ട്. ഈ വിജയഗാഥകൾ കേട്ടിട്ടില്ലേ? 30ൽ വിരമിച്ചു, 40ൽ വിരമിച്ചു. അവരൊക്കെ ആരാണ്? ടെക് പ്രൊഫഷണൽസ്, ഫിനാൻസ് എക്സിക്യൂട്ടീവ്സ്, അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്തുള്ളവർ. ജനിച്ചു വീഴുമ്പോഴേ ഇട്മൂടാനുള്ള സ്വത്തുമായി ജനിച്ച ഒവേറിയൻ ലോട്ടറി അടിച്ചവർ. സാധാരണക്കാരെ പോലെയല്ല അവർ. അവരുടെ കഥകൾ കേട്ട് നമ്മൾ സ്വപ്നം കാണേണ്ട. അവർ ഒരുപക്ഷെ വിജയിച്ചിരിക്കാം, പക്ഷേ അത് എല്ലാവർക്കും സാധ്യമാകണമെന്നില്ല. സത്യം എന്താണെന്നറിയോ? സാമ്പത്തിക സ്ഥിരത പെട്ടെന്നുണ്ടാകുന്ന ഒന്നല്ല. അതിന് സമയമെടുക്കും. ഒരുപാട് വർഷത്തെ പരിശ്രമം വേണം, അനുഭവങ്ങൾ വേണം, വിദ്യാഭ്യാസം വേണം, ക്ഷമ വേണം. നമ്മളുടെ കഴിവുകൾ വികസിപ്പിക്കണം, നമ്മളുടെ സ്വപ്നങ്ങളെ പിന്തുടരണം. അതാണ് ശരിയായ വിജയം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഫയർ മുഖത്തിൽ കണ്ണും പൂട്ടി പിന്നാലെ പോകണോ? വേണ്ട. ബുദ്ധിപരമായി ചിന്തിക്കൂ, നല്ല ജോലി ചെയ്യൂ, അഡീഷണൽ ഇൻകം സോഴ്സസ് കണ്ടെത്തി വരുമാനം വർദ്ധിപ്പിക്കൂ, സമ്പാദിക്കൂ. പക്ഷേ ജീവിതം കൂടെ ആസ്വദിക്കൂ. അതാണ് ശരിയായ മാർഗം. അല്ലാതെ ഈ ഫയർ കെണിയിൽ വീഴരുത്. ജീവിതം ഒരു യാത്രയാണ്, അത് പൂർണ്ണമായി ആസ്വദിക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.